നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എന്റെ സൂര്യനല്ലേ. വേളി നീലായി തേടി വരാം ഞാൻ, നീ എന്റെ സന്ധ്യയൽ. മോളെ പാലിന്ന. ശരി അമ്മ. ഏട്ടാ, എന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമില്ല. അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രം. അതുകൊണ്ട് വല്ല ഭാര്യ ചമയാൻ വരാൻ നിൽക്കണ്ട. അമൽ പറഞ്ഞു പോയത് കണ്ട അഞ്ജിത അവിടെ മൂലക്കിരുന്ന് കരയുന്നു. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്? താൻ പോലും അറിയാതെ താൻ ഇന്നലെ എപ്പോഴോ ഉറങ്ങി. മുറിഞ്ഞു ചുറ്റും നോക്കിയപ്പോൾ അമലേട്ടനില്ല. അപ്പോൾ മനസ്സിലായി ഇന്നലെ പോയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വന്നില്ലെന്ന്. അമ്മേ, മോളെ ഇത്ര പെട്ടെന്ന് എണീച്ചോ? കുറച്ച് സമയം കൂടി കിടക്കാൻ പാടില്ലായിരുന്നോ? കുഴപ്പമില്ല അമ്മേ, എനിക്ക് ശീലമായതാ. അങ്ങനെ ദിവസങ്ങൾ പോകും തോറും അമലിൻ്റെ അവഗണന അഞ്ജിതക്ക് സഹിക്കാൻ പറ്റാതെ ആയിക്കൊണ്ടിരുന്നു. ഹായ്ഡാ, നീ എന്താ ഇവിടെ? ഞാൻ എൻ്റെ മോളെ കാണിക്കാൻ വന്നതാണ്. ഞാൻ നിന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതും പറഞ്ഞുകൊണ്ട് രാമിൻ്റെ വൈഫിനെ കാണിച്ചു. ലിസ, നീയോ? നിങ്ങൾക്ക് ഇതിനു മുമ്പേ പരസ്പരം അറിയാമായിരുന്നോ? ആടാ, അവൾ എൻ്റെ കോളേജിൽ പഠിച്ചതായിരുന്നു. എന്നാ ശരിയടാ, ഞങ്ങൾ പോന്നു. അമൽ, ഇതിൻ്റെ അവസ്ഥയായിപ്പോയതുകൊണ്ടാണ് എനിക്ക് നിന്നെ അല്ലാണ്ട് വേറെ ഒരാളെയും സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ പപ്പൻ്റെയും അമ്മേൻ്റെയും വാക്ക് കേൾക്കാണ്ട് നിൽക്കാനും കഴിയില്ല. പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും ഉടമ നീ മാത്രമായിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ജീവിതകാലം മൊത്തം. ഇവക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ അഞ്ജുവിൻ്റെ സ്നേഹം കണ്ടിട്ടും കാണാത്ത പോലെ നിന്നത്. അമ്മേ, അമ്മേ. എന്താണ് ചെക്ക കാളി വിളിക്കുന്നത്? അഞ്ജു എവിടെയുള്ളത്? അവളെ മുറി കടന്നി പോയി നോക്ക്. ആ, അമലേട്ടൻ എത്തിയോ? അഞ്ജു മോളെ, ഏട്ടനോട് ക്ഷമിക്കടാ. അഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. അവൻ അവളെ എടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കുഴപ്പമില്ല അമലേട്ടാ. അമലേട്ടൻ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി എനിക്ക്. അഞ്ജു, സോറി. അവർ അവരുടെ സുന്ദര നിമിഷങ്ങളിലേക്കൂടി സഞ്ചരിക്കട്ടെ. നമുക്ക് അടുത്ത കഥയിൽ വീണ്ടും കണ്ടുമുട്ടാം.